125നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും? 125നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും? ചോദ്യത്തിൽ എത്ര കൂട്ടിയാൽ എന്നുണ്ടെങ്കിൽ ഉത്തരം കാണാൻ എത്ര കൂട്ടിയാൽ എന്നതിന് ശേഷമുള്ളതെന്ന് എത്ര കൂട്ടിയാൽ എന്നുള്ളതിന് മുമ്പുള്ളത് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എത്ര കൂട്ടിയാൽ എന്നതിന് ശേഷം എന്താണ്? 100 അതിന്ന് എത്ര കൂട്ടിയാൽ എന്നുള്ളതിന് മുമ്പ് എന്താണ്? 125. 100ന്ന് 125 കുറയ്ക്കുക. നമ്മൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യ അതുപോലെ എഴുതുക. ഏതെന്നാണോ കുറയ്ക്കണത് അത് അതുപോലെ ഇടുക. എന്നിട്ട് കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക. കുറയ്ക്കേണ്ട സംഖ്യ എന്താ? 125. ഇതിൻ്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവാണ്. അതിൻ്റെ ചിഹ്നം മാറ്റിയിട്ട് കൂട്ടണം എന്ന ചിഹ്നം ഇടുക. അപ്പോൾ 100 എന്നിട്ടിട്ട് ഈ ചിഹ്നം ഇതിന് പകരം കുറയ്ക്കുന്നതിന് പകരം കൂട്ടണം എന്നിട്ടു. ഇതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്, ചിഹ്നം മാറ്റി -125 എന്ന് എഴുതി. ഇനി ഇതൊരു പോസിറ്റീവ് സംഖ്യയാണ്, ഇതൊരു നെഗറ്റീവ് സംഖ്യയാണ്. പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലുതിന് ചേർക്കണം. ഇവിടെ വലിയ സംഖ്യ 125, ചെറിയ സംഖ്യ 100, കുറയ്ക്കുമ്പോൾ എന്ത് വരും? 25. ഇതിൽ വലിയ സംഖ്യ ഏതാണ്? 100 ആണോ 125 ആണോ? 125 വലുത്. അതിൻ്റെ ചിഹ്നം എന്താ? നെഗറ്റീവ്. ഉത്തരം -25. 125നോട് -25 കൂട്ടിയാൽ 100 കിട്ടും.